തിരുവചനം തിരുവചനം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന ദിവസം കർത്താവ് നമുക്ക് നൽകുന്ന സന്ദേശം കർത്താവിൻ്റെ ഒരു വിലാപം കൂടിയാണ്. മത്തായിയുടെ സുവിശേഷം 23-ാമത്തെ അധ്യായം 37-ാമത്തെ വാക്യം. ജെറുസലേം ജെറുസലേം, പ്രവാചകന്മാരെ വധിക്കുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ കാത്തുകൊള്ളുന്നത് പോലെ നിന്റെ സന്തതികളെ ഒരുമിച്ച് കൂട്ടുവാൻ ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു, പക്ഷേ നിങ്ങൾ വിസമ്മതിച്ചു. കർത്താവിൻ്റെ ഒരു വലിയ വിലാപമാണ്. നിങ്ങളെ ഞാൻ എത്രയോ പ്രാവശ്യം ഒന്നിച്ചു കൂട്ടാൻ ആഗ്രഹിച്ചു. എൻ്റെ പ്രവാചകന്മാരെ, ഞാൻ അയച്ച ആളുകളെയൊക്കെ നിങ്ങൾ വധിച്ചു, പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഞാൻ എത്രയോ പ്രാവശ്യം വീണ്ടും വീണ്ടും ആഗ്രഹിച്ചു നിങ്ങളെ എൻ്റെ ചിറകിൻ്റെ തണലിൽ സൂക്ഷിക്കാൻ. പിടക്കോഴി കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകിൻ്റെ കീഴിൽ സൂക്ഷിക്കുന്നത് പോലെ സൂക്ഷിക്കാൻ ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു, പക്ഷെ നിങ്ങൾ വിസമ്മതിച്ചു. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിലേക്ക് സൂക്ഷിക്കുന്നത് എപ്പോഴാണ്? വലിയ അപകടങ്ങളുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റാഞ്ചിക്കൊണ്ട് പോകാനായിട്ട് വരുമ്പോൾ. അങ്ങനെ വരുമ്പോൾ പിടക്കോഴി ഒരു ശബ്ദമുണ്ടാക്കും. കുഞ്ഞുങ്ങളൊക്കെ ഓടി വരും. ഓടി വന്ന് ആ ചിറകിൻ്റെ കീഴിലേക്ക്, ആ ചിറകിൻ്റെ കീഴിലേക്ക് വരുന്ന ഒറ്റ കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകുകയല്ല. അത് എത്ര വലിയ ശക്തമായ എതിർപ്പ് വന്നാലും, എത്ര വലിയ ശക്തമായ ശത്രു വന്നാലും ആ ചിറകിൻ്റെ കീഴിലാണെങ്കിൽ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുകയില്ല. പക്ഷെ ചില കുഞ്ഞുങ്ങൾ ഈ ശബ്ദം കേട്ടാലും വരില്ല. അതുങ്ങളെയും കൊണ്ട് ഇത് പോകും. ഈ പരുന്ത് റാഞ്ചിക്കൊണ്ട് പോകും. അതല്ലെങ്കിൽ ഭയങ്കരമായ തണുപ്പുണ്ടാകുമ്പോൾ ഈ ചിറകിൻ്റെ കീഴിലേക്ക് കുഞ്ഞുങ്ങൾ ഓടി വരും. അവർക്കൊരു പ്രശ്നം നേരിടുമ്പോൾ, പൊതുവായൊരു പ്രശ്നമല്ല, ഒരു കുഞ്ഞിന് ഒരല്പം ചൂട് വേണമെന്ന് തോന്നുമ്പോൾ ആ കുഞ്ഞ് ഓടി വരും. ആ തള്ളപ്പക്ഷി എപ്പോഴും ചിറക് വിരിച്ചു കൊടുക്കും. അതിനകത്തേക്ക് കയറിയിരിക്കുമ്പോൾ ആ കുഞ്ഞ് സുരക്ഷിതമാകും. ഒരപകടം മുന്നിൽ കാണുമ്പോൾ ഓടി വരും. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. പൊതുവായ ഒരു അപകടം ഉണ്ടാകുന്നു, ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്നു, അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് കിട്ടുന്നു എന്ന് വരുമ്പോൾ ഓടി അണയേണ്ടത് ആ ചിറകിൻ്റെ കീഴിലേക്കാണ്. അതല്ല എങ്കിൽ എനിക്ക് തന്നെ തോന്നുകയാണ് എനിക്കെന്തോ കുഴപ്പം സംഭവിക്കുന്നു, അല്ലെങ്കിൽ എന്തോ ഒരു അപകടം വരുന്നു, ഞാൻ ഓടി അണയേണ്ടത് ആ ചിറകിൻ്റെ കീഴിലേക്കാണ്. അതിലേക്ക് അണയുന്നില്ല എങ്കിലാണ് നമ്മളൊക്കെ നഷ്ടപ്പെട്ടു പോവുക. കർത്താവ് പറയുകയാണ്, ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു, പക്ഷേ നിങ്ങൾ വിസമ്മതിച്ചു. കർത്താവിൻ്റെ സ്വഭാവമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എപ്പോൾ വേണമെങ്കിലും ആശ്രയം തേടാവുന്ന രീതിയിൽ കർത്താവ് ഈ തള്ളക്കോഴി ചിറക് വിരിച്ച് നോക്കുന്നത് പോലെ മക്കളെ നോക്കിയിരിക്കുകയാണ് ആ ചിറകിൻ്റെ അടുക്കിലേക്ക് വരാൻ വേണ്ടി. അവന് ഒത്തിരിയേറെ ആഗ്രഹമുണ്ട്. അത് നിൻ്റെ അവസ്ഥ ഏതവസ്ഥയാണെങ്കിലും അതൊന്നും ഒരു വിഷയമല്ല. പക്ഷെ ആ കുഞ്ഞിന് ഒരു അപകടം ഉണ്ടായി എന്ന് തോന്നുമ്പോൾ അത് ഓടി വന്നാൽ ഇപ്പം വേണ്ട എന്ന് ഒരു തള്ളക്കോഴിയും പറയുകയല്ല, കയറി ഇരുന്നോളാനേ പറയുള്ളൂ. അത് എത്ര അസ്വസ്ഥമായിട്ട് നിൽക്കുന്ന സമയത്താണെങ്കിലും. നിന്റെ ദൈവം ഇതുപോലെയാണ്. എപ്പോഴും നിന്നെ സംരക്ഷിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. പക്ഷേ നീ വിസമ്മതിച്ചാൽ നിന്നെ ദൈവത്തിന് സഹായിക്കാനാവില്ല. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് കർത്താവ് ഈ പറയുന്ന ഉദാഹരണം നമ്മളെപ്പോഴും മനസ്സിലാക്കണം. തള്ളക്കോഴി കുഞ്ഞുങ്ങൾ എന്നുള്ള ഉദാഹരണം നമ്മളുടെ കൺമുമ്പിൽ കാണുന്ന ഉദാഹരണമാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് അത്രയും കൃത്യതയോടെ നമ്മളെ പഠിപ്പിക്കുന്നത്. നിനക്ക് വേണമെങ്കിൽ നിനക്ക് എപ്പോൾ വേണേലും ആശ്രയിക്കാം. ഇനി ചില മുന്നറിയിപ്പുകൾ ഈ തള്ളക്കോഴി തന്നെ തരും. ആ മുന്നറിയിപ്പുകൾ നീ ശ്രദ്ധിക്കണം. എന്നിട്ട് ഓടി അണയേണ്ടത് അങ്ങോട്ടാണ്, അല്ലാതെ നിന്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടി നീ മാറുകയല്ല ചെയ്യേണ്ടത്. തള്ളക്കോഴിയെ പോലെ ഈ ദൈവത്തെ കാണാൻ നമുക്ക് പറ്റണം. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഓടി അണയാവുന്ന ഏറ്റവും വലിയ ആശ്രയം. ഒരു സമയത്തും ദൈവത്തിന് സമ്മതക്കുറവില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായം 12-13 വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പിന്നീട് ഒരിക്കൽ ഈശോ ഒരു പട്ടണത്തിലായിരിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ കണ്ട് സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഈശോ കൈ നീട്ടി അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധിയാകട്ടെ. തൽക്ഷണം അവൻ്റെ കുഷ്ഠം മാറി. ഒരു കുഷ്ഠരോഗി വന്നിട്ട് കർത്താവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്തെന്നറിയോ? കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. സ്പോട്ടിൽ കർത്താവ് തിരിച്ചു പറയുക, എനിക്ക് പണ്ടേ മനസ്സാ,
നീ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് മനസ്സാണ്. തൊട്ടടുത്ത നിമിഷത്തിൽ കർത്താവ് പറയാണ്, എനിക്ക് മനസ്സാണ്, നീ ശുദ്ധിയുള്ളവനാകട്ടെ. തൊട്ടടുത്ത മിനിറ്റിൽ അവൻ ശുദ്ധിയുള്ളവനായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നീ ദൈവത്തിൻ്റെ പക്കലേക്ക് അണയാൻ അവൻ നോക്കിയിരിക്കുകയാണ്. നിനക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ഒരു കർത്താവ് ഇവിടെ ഇരുന്നുകൊണ്ട് പറയുക, എൻ്റെ പൊന്നു മോനെ, നീ എങ്ങോട്ടായി ഓടുന്ന? എൻ്റെ അടുത്തോട്ട് വാ, ഞാനിവിടെ നിനക്ക് ആശ്രയമായിട്ട് ഇവിടെ നിൽപ്പുണ്ട്, നീ ഒന്ന് സമ്മതിച്ചാൽ മതി. തമ്പുരാൻ്റെ അടുത്തേക്കാ നമ്മൾ ഓടിച്ചെല്ലേണ്ടത്. അങ്ങോട്ട് ഓടിച്ചെന്നാൽ നീ രക്ഷപ്പെട്ടു. ഈ ശിഷ്യന്മാരുടെ ഒരു സംഭവം നമ്മൾ വായിക്കുന്ന ഒരു ഭാഗമുണ്ട്. ശിഷ്യന്മാരുടെ കാര്യത്തിൽ കർത്താവിൻ്റെ കൂടെ ശിഷ്യന്മാരിങ്ങനെ പോവുകയാണ്. ശിഷ്യന്മാർ പോകുമ്പോൾ ഒരു കടലിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായ കാറ്റടിച്ച് കർത്താവ് സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. നിങ്ങളൊന്ന് ഓർക്കണം, മറ്റ് വള്ളങ്ങളുമുണ്ട്, ശിഷ്യന്മാരുടെ വള്ളമുണ്ട്. ആ ശിഷ്യന്മാരുടെ വള്ളത്തിൽ കർത്താവ് ഇത്രയും കാറ്റും കോളും ഉണ്ടാകുന്ന സമയത്ത് അമരത്ത് തലയണ വെച്ച് സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. കാരണം അവന് വിശ്വാസമുണ്ട്, അവൻ എപ്പോഴും സംരക്ഷിക്കപ്പെടുമെന്ന് അവനറിയാം. അതുകൊണ്ട് അവൻ വളരെ സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. ശിഷ്യന്മാർ പഠിച്ച പണി 18 നോക്കി, ഒരു രക്ഷയില്ലാതെ വന്നപ്പോൾ കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, നീ എന്താ ഞങ്ങളെ മൈൻഡ് ചെയ്യാത്ത? വചനം എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈശോ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗവനിക്കുന്നില്ലേ? ഈശോ അവരോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ചില കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, കർത്താവ് അവിടെ സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. ഈ ശിഷ്യന്മാർ കർത്താവിനെ വിളിച്ചുണർത്തിയിട്ട് കർത്താവിനോട് പറയുന്നതെന്നറിയോ? കർത്താവേ, നീ ഒന്ന് ഉണർന്നെഴുന്നേറ്റ്, ഞങ്ങളിതാ നശിക്കാൻ പോകുന്നു. ആ കൂട്ടത്തിൽ തന്നെ കർത്താവുണ്ട്. അവർക്കറിയാം കർത്താവ് ഒരിക്കലും നശിക്കുകയില്ല. കർത്താവിന് അതിൻ്റെ അകത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള വഴി കർത്താവിന് അറിയാം, അതിനുള്ള ശക്തി അവനുണ്ടെന്ന് ഇവർക്കറിയാം. അതിൻ്റെ കാര്യത്തിൽ അവർക്ക് വിശ്വാസക്കുറവില്ല. അതുകൊണ്ട് അവർ പറയുന്നത്, ഞങ്ങളിതാ നശിക്കാൻ പോകുന്നു. നമ്മൾ നശിക്കാൻ പോകുന്നതല്ല, ഞങ്ങൾ നശിക്കാൻ പോകുന്നു. ഇവർക്കുള്ള കുഴപ്പം എന്താണെന്നറിയാവോ? കർത്താവിന് ശക്തി ഉണ്ടെന്നറിയാം, പക്ഷെ ആ കർത്താവിൻ്റെ ശക്തി എന്നെ സഹായിക്കാനുള്ള ശക്തിയാണെന്ന് ഉള്ള ബോധമില്ല. അവരവരുടെ കഴിവിൽ നോക്കുകയാണ്, അവരുടെ കഴിവനുസരിച്ച് പറ്റുകയില്ല. പിന്നെ ആകെപ്പാടെ ഉള്ളത് കർത്താവിൻ്റെ കഴിവാണ്. അവസാന സമയത്താണ് അവർക്ക് തോന്നിയത് കർത്താവിനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് കാര്യം പറയാൻ. എൻ്റെ പ്രിയമുള്ളവർ, ഇങ്ങനെ നിക്കക്കള്ളി ഇല്ലാതെ വരുമ്പോൾ ഓടിപ്പോകാനുള്ള ഒന്നല്ല കർത്താവ്. അങ്ങനെ മാത്രം അണയേണ്ട ഒന്നല്ല. വളരെ അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാവുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ചില ഓഫീസർമാർ കയറിപ്പോകും. അങ്ങനത്തെ ഒരു ആളൊന്നും അല്ല കർത്താവ്. ഏത് സമയത്തും നിൻ്റെ ഏത് ചെറിയ ആവശ്യവും തമ്പുരാൻ്റെ അടുത്തോട്ട് പറയാം, അവൻ സാധിച്ചു തരും. ഏത് നിസ്സാരമായ കാര്യത്തിനും അവനെ ബുദ്ധിമുട്ടിപ്പിക്കാം, ഒരു കുഴപ്പമില്ല. കർത്താവ് ഇത് കേൾക്കാൻ വേണ്ടി നോക്കി നിൽക്കുന്ന ഒരു ദൈവമാണ്. ഇത് കേൾക്കാൻ വേണ്ടി നോക്കി നിൽക്കുന്ന ഒരു ദൈവം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും ചെറിയ കാര്യത്തിന് എന്തിനാണ് കർത്താവിൻ്റെ അടുത്തോട്ട് പോകുന്നത്? നമുക്ക് തന്നെ സാധിക്കില്ല. അങ്ങനൊരു കാര്യമില്ല. കർത്താവിനെ കൂടാതെ എനിക്കൊന്നും ചെയ്യാനാവില്ല എന്ന് വേണം നീ വിശ്വസിക്കാൻ. നിസ്സാര കാര്യം പോലും കർത്താവിനെ കൂടാതെ നീ ചെയ്യരുത്. അവൻ്റെ പക്കലേക്ക് അണയാതെ നീ ചെയ്യരുത്. അവൻ നിന്നെ സ്വീകരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുക. കർത്താവ് നീ അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. നമ്മൾ എല്ലാ വഴികളും മുട്ടി തളർന്നു കഴിയുമ്പോൾ തമ്പുരാൻ്റെ അടുത്തോട്ട് പോയി പറയാനിരിക്കുകയാണ്. ശിഷ്യന്മാർ അവരുടെ അധ്വാനം മുഴുവൻ നഷ്ടപ്പെടുത്തിയിട്ട് എല്ലാ കാര്യവും പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ കർത്താവിനെ വിളിച്ചുണർത്തിയതുപോലെ ആണ് നമ്മൾ പലപ്പോഴും. കർത്താവ് നമ്മളോട് ചോദിക്കുക, നിനക്ക് വിശ്വാസമില്ലേ? ഞാൻ നിന്നെ സഹായിക്കാനുള്ള ആളാണ്, നിനക്ക് വിശ്വാസമില്ലേ? ഞാൻ നിൻ്റെ സ്നേഹമുള്ള അപ്പനാണ്, നിനക്ക് വിശ്വാസമില്ലേ എന്ന് തമ്പുരാൻ ചോദിക്കുന്ന ചോദ്യം. നീ എന്തുകൊണ്ടാണ് എന്നെ നേരത്തെ എഴുന്നേൽപ്പിക്കാഞ്ഞ്? നീ എന്തുകൊണ്ടാണ് എന്നെ നേരത്തെ വിളിക്കാഞ്ഞ്? ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ബോധമുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ഭയപ്പെടുന്നത് എന്തിനാ? അങ്ങനെ ഒരു ഭയപ്പാടിൻ്റെ ആവശ്യമില്ലല്ലോ. എൻ്റെ പ്രിയമുള്ളവരെ, പിടക്കോഴി തൻ്റെ ചിറകിൻ്റെ അടുക്കലേക്ക് മക്കളെ വിളിക്കുന്നത് പോലെ സൂക്ഷിക്കാൻ തയ്യാറായി ഒരപ്പൻ നമുക്കുണ്ട്, ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവം സർവശക്തനായ ദൈവമാണ്. അത് ഈ ശിഷ്യന്മാർ ചെയ്തതുപോലെ ഏറ്റവും അവസാനം മാത്രം മുട്ടി വിളിക്കാവുന്ന, അത്യാസന നിലയിലാകുമ്പോൾ മാത്രം മുട്ടി വിളിക്കാവുന്ന ഒരു ദൈവമല്ല. നിൻ്റെ ഏതവസരത്തിലും നിൻ്റെ കൂടെ ഇടപെടാൻ മനസ്സായിട്ടുള്ളൊരു ദൈവമുണ്ട്. നിന്നെ തപ്പി നടക്കുന്ന ഒരു ദൈവമുണ്ട്. നിൻ്റെ അടുത്തേക്ക് വരാൻ അവൻ എപ്പോഴും തയ്യാറാണ്. കർത്താവിൻ്റെ വേദന അതാണ്. നമ്മൾ എന്തുകൊണ്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നില്ല? ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ കരയുമ്പോൾ കർത്താവിൻ്റെ വേദന അതാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം തുടങ്ങുന്നത് തന്നെ ഈ ഒരു വേദനയോടെയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വാക്യം. 1-ാമത്തെ വാക്യം അത് യെശയ്യായ്ക്കുണ്ടായ അരുളപ്പാട് എന്ന് പറയുന്ന ഒന്നാണ്. എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് ഫസ്റ്റ് സെൻറ്റൻസ് ഇങ്ങനെയാണ്: ആകാശമേ ശ്രവിക്കുക, ഭൂതലമേ ശ്രദ്ധിക്കുക,
കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, എന്നാൽ അവർ എന്നോട് കലഹിച്ചു. കാള തൻ്റെ ഉടമസ്ഥനെ അറിയുന്നു, കഴുത അതിൻ്റെ യജമാനൻ്റെ തൊഴുത്തും. എന്നാൽ ഇസ്രായേൽ ഗ്രഹിക്കുന്നില്ല, എൻ്റെ ജനം മനസ്സിലാക്കുന്നില്ല. കാള പോലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അത് ആദ്യം അതിൻ്റെ ഉടമസ്ഥനെ അറിയിക്കാൻ വേണ്ടി ശബ്ദം ഉണ്ടാക്കും. ആ ഉടമസ്ഥൻ വരുമ്പോൾ അത് സേഫ് ആണെന്ന് അതിന് ബോധ്യമായി. കഴുത യജമാൻ്റെ തൊഴുത്തറിയുന്നുണ്ട്. ബുദ്ധിയില്ല എന്ന് പറയുന്ന കഴുത യജമാൻ്റെ തൊഴുത്തിലേക്ക് അത് തന്നെത്താനെ കയറി വരും. പക്ഷേ എൻ്റെ ജനം മാത്രം ഇങ്ങോട്ട് വരുന്നില്ല, എൻ്റെ അടുത്തേക്ക് വരുന്നില്ല. കർത്താവിൻ്റെ വേദന അതാണ്. നീ തിരിച്ചു വരേണ്ടത്, നീ തപ്പി നടക്കേണ്ടത് നിൻ്റെ യജമാനെയാ, നിൻ്റെ ദൈവത്തെയാ. ദൈവം പറയുന്നത് യജമാനും മക്കളും തമ്മിലുള്ള ബന്ധം പോലെയല്ല. ഞാൻ എൻ്റെ മക്കളെ പോറ്റി വളർത്തി. ദാസരോടുള്ള ബന്ധമല്ല അവനുള്ളത്, മക്കളെ പോറ്റി വളർത്തി എന്നാ പറയും. മക്കളെ പോറ്റി വളർത്തി. അത്രയ്ക്ക് സ്നേഹം നമ്മളോട് തമ്പുരാനുണ്ട്. അത്രയ്ക്ക് അടുപ്പം കാണിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നീ വെട്ടിമാറി നടക്കുന്നതാണ് പ്രശ്നം. നീ അണയേണ്ടത് ഈ ദൈവസന്നിധിയിലേക്കാണ് എന്നുള്ള ബോധ്യം നിനക്കുണ്ടാവണം. അതിൻ്റെ കുറവാണ് പലപ്പോഴും നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായിട്ടുള്ളത്. നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി അലയുകയാണ്. അലഞ്ഞ് മടുക്കും, ഒത്തിരി മടുക്കും. എല്ലാം മടുത്തു കഴിയുമ്പോഴാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ, ദൈവമേ എൻ്റെ എല്ലാ വഴികളും തീർന്നു, ഇനി നീ അങ്ങനെ ചെയ്യണമെന്നല്ല കർത്താവ് പറയുന്നത്. നിനക്കൊരു സൂചന കിട്ടുമ്പോഴേ നീ ഓടി വരേണ്ടത് കർത്താവിൻ്റെ പക്കലേക്കാണ്. നിനക്കൊരു അപകടം മണക്കുമ്പോഴേ നീ ഓടി വരേണ്ടത് കർത്താവിൻ്റെ പക്കലേക്കാണ്. നിന്റെ മക്കൾക്കൊരു പ്രശ്നമുണ്ടാകുന്നു എന്ന് തോന്നുമ്പോഴേ നീ ഓടി വരേണ്ടതും അവരെ കൊണ്ടുവരേണ്ടതും കർത്താവിൻ്റെ പക്കലേക്കാണ്. അവിടെയാണ് നീ ആദ്യമായി ചോദിക്കേണ്ടത്, എൻ്റെ കർത്താവേ ഇതിനുള്ള വഴി എന്താ? എൻ്റെ കർത്താവേ ഞാൻ ഇനി എങ്ങോട്ടാണ് പോകണ്ടേ? ഒരു പ്രശ്നമുണ്ടാകുന്നു എന്ന് തോന്നുമ്പോൾ, ഒരു അപകടം ഉണ്ടാകുമ്പോൾ എന്ന് തോന്നുമ്പോൾ നീ ആദ്യം വിളിക്കേണ്ടത് അവനെയാണെന്ന് ഓർക്കണം. ഒരു പ്രശ്നമുണ്ടാകുന്നു എന്ന് തോന്നുമ്പോൾ നീ ആദ്യം വിളിക്കേണ്ടത് അവനെയാണെന്ന് നിൻ്റെ മനസ്സിൽ നീ കുറിച്ച് വയ്ക്കണം. എങ്കിലേ നിനക്കത് മനസ്സിലാവുള്ളൂ. നീ ചോദിച്ചാൽ നിനക്ക് അനുഗ്രഹം അവൻ തന്നിരിക്കും, ഉറപ്പാണ്. കർത്താവ് നിന്നെ തേടി അലയുന്നുണ്ട് എന്ന് നീ മനസ്സിലാക്കണം. നിന്നെ തേടി അലയുന്നുണ്ട് എന്ന് നീ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് എപ്പോഴും ഇടയനും കുഞ്ഞാടും എന്നുള്ള ഉദാഹരണം എപ്പോഴും പറയുന്നതാണ്. ഒരാട് നഷ്ടപ്പെട്ടാൽ ഇടയന് സഹിക്കാൻ പറ്റുകയില്ല. ഒരാട് വേദനിച്ചാൽ ഇടയന് സഹിക്കാൻ പറ്റുകയില്ല. നിനക്ക് വേദന ഉണ്ടാകുമ്പോൾ നീ കർത്താവിൻ്റെ പക്കലേക്ക് അണയുവാൻ വേണ്ടി കർത്താവിനെ വിളിച്ചാൽ അവൻ ഓടി വന്ന് നിന്നെ തോളിലെടുക്കുമെന്ന് പറയാനുള്ള കാരണം അതാണ്. കർത്താവ് പറയുന്ന ഇങ്ങനത്തെ ചില ഉദാഹരണങ്ങൾ നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. അത് നമ്മുടെ മനസ്സിൽ പതിപ്പിക്കാതെ വരുന്നത് കൊണ്ടാണ് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ. കാണാതെ പോയ ആടിൻ്റെ ഉപമ പറയുമ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം. ഈ ആടിനെ തേടി ഇടയൻ പോവുകയാണ്. 99 എണ്ണത്തിനെയും കൊണ്ടുപോയി വിട്ടിട്ട് ഈ ഒറ്റ ആടിനെ തേടി അലയുകയാണ്. ഈ ആട് ചെയ്യേണ്ട പ്രവൃത്തി എന്താണെന്നറിയോ? അവിടെ കിടന്ന് യജമാനന് മനസ്സിലാകുന്ന വിധത്തിൽ ശബ്ദം ഉണ്ടാക്കിയാൽ മതി. അവിടെ വന്ന യജമാനൻ തോളിലെടുത്തുകൊണ്ട് വരുമെന്നാണ് പറയുക. നീ വഴിതെറ്റിപ്പോയോ, നിനക്ക് പ്രശ്നങ്ങളുണ്ടായോ, അതിൻ്റെ പേരിൽ കർത്താവ് നിന്നെ അനുസരണക്കേടുള്ളവനാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയല്ല, കൂടുതൽ നിന്നെ സ്നേഹിച്ച് തിരിച്ചു പിടിക്കാൻ ആഗ്രഹിക്കുക മാത്രമേ ചെയ്യുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് കർത്താവ് ഇങ്ങനെയുള്ള ഉദാഹരണങ്ങളൊക്കെ പറയുന്നത്. കർത്താവിൻ്റെ വേദന ഈ ഏശയ്യാ പ്രവാചകൻ്റെ സംഭവത്തിൽ, ഏശയ്യാ പ്രവാചകൻ്റെ പ്രവചനത്തിൽ ആദ്യം കർത്താവ് ഏശയ്യായോട് പറയുന്ന കാര്യം ഇതാ. ദർശനത്തിലൂടെ ഏശയ്യായോട് പറയുന്ന കാര്യം ഇതാ. അതേ കണ്ടോ, എല്ലാവരും ഒന്ന് കേട്ടേ, എൻ്റെ വേദന നിങ്ങളെല്ലാവരും ഒന്ന് കേട്ടേ. അവൻ ആരോടും പറയാനില്ല. നമുക്കൊക്കെ ഒരു സങ്കടം ഉണ്ടാകുമ്പോൾ ആരോടെങ്കിലുമൊക്കെ പറയാം, അല്ലേ? ആരോടെങ്കിലുമൊക്കെ പറയാം. ദൈവം ആരോടാണ് പറയുന്നത് അവൻ്റെ വേദന? അവൻ്റെ വേദന മനസ്സിലാക്കാൻ ആർക്കാ പറ്റുന്നത്? നമുക്കൊരിക്കലും പറ്റില്ല. നമുക്ക് അങ്ങനെ കർത്താവിൻ്റെ വേദന മനസ്സിലാക്കാൻ പറ്റുമായിരുന്നുവെങ്കിൽ നമ്മൾ ഓടി കർത്താവിൻ്റെ അടുക്കലേക്ക് അണഞ്ഞേനെ. കർത്താവിൻ്റെ സ്വഭാവം നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതാണ് അതിനകത്തെ പ്രശ്നം. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഒരു ഭാഗമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 9-ാമത്തെ വാക്യം. അത് ആദവും ഹവ്വായും പാപം ചെയ്ത് കർത്താവിൻ്റെ അടുക്കൽ നിന്ന് പോവുകയാണ്. കർത്താവിൻ്റെ അടുക്കൽ നിന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ അവരാണ് പോകുന്നതെന്നുള്ളത് നിങ്ങൾ ഓർക്കണം. അവരാണ് പോകുന്നത്, കർത്താവ് മാറിപ്പോവുമല്ല. കർത്താവ് പറഞ്ഞ കാര്യം അവർ ചെയ്തില്ല, അവർ തെറ്റ് ചെയ്തു. അതിൻ്റെ ഫലം അവർക്കുണ്ടാകുമെന്നും കർത്താവിനറിയാം. കാരണം അതിനകത്ത് ആ പഴം കഴിച്ചതോടെ കർത്താവ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് കഴിച്ചാൽ നിങ്ങൾ മരിക്കും, നിങ്ങൾ അധ്വാനിക്കേണ്ടി വരും എന്നൊക്കെയുള്ള കാര്യം മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളതാണ്. അതൊക്കെ അവർ അനുഭവിക്കേണ്ടി വരും എന്നും പറഞ്ഞ് അവൻ എന്നോട് അനുസരണക്കേട് കാണിച്ചു എന്ന് പറഞ്ഞ് കർത്താവ് അവനോട് പിണങ്ങി മാറി നിൽക്കുകയല്ല. പിറ്റേ ദിവസവും കർത്താവ് അതുപോലെ തന്നെ സായാഹ്നത്തിൽ അവൻ്റെ കൂടെ തലേദിവസം എങ്ങനെ വന്നോ അതുപോലെ തന്നെ അവൻ്റെ കൈ പിടിച്ചുലാത്താൻ ആഗ്രഹിച്ചുകൊണ്ട് വരികയാണ്. അവൻ മനുഷ്യനോട് ചോദിച്ചു,
അവൻ പുരുഷനെ വിളിച്ച് ചോദിച്ചു, നീ എവിടെയാണ്? സാധാരണ പോലെ തന്നെ ഒന്നും അറിയാത്തതുപോലെ കർത്താവ് കയറി വന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, നീ എവിടെയാ? അവിടെ മാറിപ്പോകുന്നത് ദൈവമല്ല, മനുഷ്യനാണ്. മനുഷ്യനാണ് മാറിപ്പോവുക. മനുഷ്യൻ മാറിപ്പോയിട്ട് കർത്താവിനോട് പറയുക, നീ എൻ്റെ അടുത്തോട്ട് വരരുത്, ഞാൻ നഗ്നനാണ്, അതുകൊണ്ട് എൻ്റെ അടുത്തോട്ട് വരരുത്. ഈ പത്രോസ്ലീഹായും പറയുന്ന ഒരു കാര്യം ഇതുപോലെ തന്നെയാണ്, ഞങ്ങൾ നഗ്നരാണ്, ഞങ്ങളുടെ അടുത്തോട്ട് വരരുത്, അല്ലേ? ഞങ്ങളുടെ അടുത്തോട്ട് വരരുത്. മനുഷ്യനാണ് എപ്പോഴും ദൈവത്തെ അകറ്റി നിർത്തുന്നത്, അല്ലാതെ ദൈവം അകന്നു പോവുക അല്ല ചെയ്യുന്നത്. ദൈവത്തെ അകറ്റി നിർത്തുന്നത് മനുഷ്യനാണ്. ദൈവം ഒരിക്കലും നിന്നിൽ നിന്ന് അകന്നു പോകാൻ ആഗ്രഹിക്കുകയല്ല, നീ അവനെ അകറ്റി മാറ്റി നിർത്തുകയാണ്. ദൈവം നിന്നെ കേൾക്കാൻ ആഗ്രഹിച്ച് അവൻ കാതോർത്ത് നിൽക്കുന്ന ഒരു ദൈവമാണെന്ന് നീ എപ്പോഴും ഓർക്കണം. നമ്മളൊരു പാട്ട് പാടുന്നില്ലേ, നിന്റെ വിളി കേൾക്കുവാൻ കൊതിയോടെ കാതോർത്തിരിക്കുന്നു ദൈവം, നിന്നെ അനുഗ്രഹിക്കാൻ കരം നീട്ടി കാത്തു നിന്നിടുന്നു ദൈവം, അല്ലേ? നിന്റെ വിളി കേൾക്കാൻ കൊതിയോടെ കാതോർത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ അനുഗ്രഹിക്കാൻ അവൻ തയ്യാറായി കൈ നീട്ടിയിരിക്കുകയാണ്. ആ കൈ നീട്ടിയിരിക്കുമ്പോൾ ആ കൈയുടെ കീഴിലേക്ക് നീ ഒന്ന് നിന്നാൽ മതി, തമ്പുരാൻ നിന്നെ അനുഗ്രഹിക്കാൻ മനസ്സാണ്. ഈ കുഷ്ഠരോഗിയോട് കർത്താവ് പറഞ്ഞതുപോലെ, ഞാൻ പണ്ടേ മനസ്സാ, നീ ഒന്ന് ചോദിക്കാൻ വേണ്ടി ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു എന്നാ കർത്താവിൻ്റെ ഒരു മനോഭാവം. അത് കാണിക്കാൻ വേണ്ടി തന്നെയാണ് കർത്താവ് അങ്ങനെ തന്നെ പറയുക. നീ ഒന്ന് ചോദിക്കാൻ വേണ്ടി ഞാനിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു, നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി. പലപ്പോഴും നമ്മൾ ഓരോ പ്രശ്നമായിട്ട് ഓരോ വഴിക്കൂടെ പോകുമ്പോൾ, ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നമ്മളോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ പൊന്നു മോനെ, ഞാൻ ഇവിടെ ഇല്ലേ? എന്നോട് മാത്രമേ നീ ഇത് പറയാത്തേ? തമ്പുരാൻ നമ്മളെ എപ്പോഴും സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മളെ കൂടെ നിർത്താൻ കർത്താവ് ഒത്തിരിയേറെ ആഗ്രഹിക്കുന്നുണ്ട്. അതിനോടൊന്ന് ചേർന്നിരിക്കാൻ നമ്മളൊന്ന് മനസ്സ് കാണിച്ചാൽ മതി. കർത്താവ് ചിറക് വിരിച്ചിരിപ്പുണ്ട്. കർത്താവ് പലപ്പോഴും പറയുന്ന ഉദാഹരണങ്ങൾ ഇങ്ങനത്തെ ചില ഉദാഹരണങ്ങളല്ലേ. ഇത് ചിറകിൻ്റെ മുകളിൽ കുഞ്ഞുങ്ങളെ വഹിച്ചുകൊണ്ട് പോയി ചിറക് അടിച്ച് ജീവിക്കാൻ പഠിപ്പിക്കുന്നത് പോലെ ചില സമയത്ത് കർത്താവ് പരീക്ഷണങ്ങൾ നടത്തുമെന്നും കർത്താവ് പറയുന്നുണ്ട്. പർവ്വതത്തിന് മുകളിൽ നിന്ന് താഴേക്കിട്ടിട്ട് വീണ്ടും നിലത്ത് തൊടുന്നതിന് മുമ്പ് തന്നെ അവനെ ചിറകിൽ വഹിച്ചുകൊണ്ട് പോകുന്നത് പോലെയുള്ള ഉദാഹരണങ്ങൾ കർത്താവ് പറയുന്നില്ല. ചില പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുന്നത് ഇതിനു വേണ്ടി തന്നെയാണ്, കർത്താവിൻ്റെ അടുക്കലേക്ക് നമ്മൾ ആശ്രയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ആശ്രയമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. നമ്മളെ സംരക്ഷിക്കാൻ കർത്താവിന് മനസ്സാണ്, നീ സമ്മതിക്കുമോ എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് കർത്താവിൻ്റെ ഈ ഒരു വിലാപം നമ്മളുടെ ചെവിയിൽ എപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കണം. പിടക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു, പക്ഷേ നിങ്ങൾ വിസമ്മതിച്ചു. കർത്താവ് എപ്പോഴും നമ്മളെ എപ്പോഴും തിരഞ്ഞെടുക്കും. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 132-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം, എന്തെന്നാൽ കർത്താവ് സിയോനെ തിരഞ്ഞെടുത്തു, അതിനെ തൻ്റെ വാസസ്ഥലമാക്കാൻ അവിടുന്ന് ആഗ്രഹിച്ചു. നമ്മുടെ കുടുംബത്തെയൊക്കെ കർത്താവ് തിരഞ്ഞെടുത്ത കുടുംബങ്ങളാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ വചനമൊന്നും കേൾക്കുകയില്ല. കർത്താവ് തന്നെ പറഞ്ഞിട്ടില്ല, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ഒരുവനും എൻ്റെ അടുക്കലേക്ക് വരാൻ പറ്റില്ല. നിങ്ങൾ ഇന്ന് ഈ വചനം ശ്രവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങൾ കർത്താവിൻ്റെ ആകർഷണ വലയത്തിൽ പെട്ടതുകൊണ്ടാണ്. കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ്, അല്ലാത്ത ആർക്കും ഇതൊന്നും കേൾക്കാൻ പറ്റില്ല. നിങ്ങളെ കർത്താവ് തിരഞ്ഞെടുത്ത് സൂക്ഷിച്ചതാണ്, ഞാനത് ആഗ്രഹിച്ച് തിരഞ്ഞെടുത്തതാണെന്നാണ് കർത്താവ് പറയുക. തിരഞ്ഞെടുപ്പിൻ്റെ എല്ലാ കാര്യത്തിലും ഈ ഒരു പ്രത്യേകതയുണ്ട്. അവൻ ഇഷ്ടപ്പെട്ടവരെ തിരഞ്ഞെടുത്തു, അല്ലേ? 12 പേരെ തിരഞ്ഞെടുത്ത സമയത്ത് കർത്താവ് പറയുന്ന കാര്യമാണ്, അവൻ ഇഷ്ടപ്പെട്ടവരെ തിരഞ്ഞെടുത്തു. നിന്നെ കർത്താവിന് ഇഷ്ടപ്പെട്ട് വിളിച്ച് ചേർത്തതാണ്. എന്നിട്ട് കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം നിന്നെ സംരക്ഷിക്കണമെന്ന് തന്നെയാണ്, നിന്റെ പ്രാർത്ഥന കേൾക്കണമെന്ന് തന്നെയാണ്. നീ കർത്താവിൻ്റെ അടുത്ത് ചോദിക്കാതെ കർത്താവിനൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു ബോധ്യം നമ്മളെ മനസ്സിൽ നമ്മൾ ഉറപ്പിക്കാനായിട്ട് പറ്റണം. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ തമ്പുരാനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒരു വലിയ വേദനയാണ്. നമ്മളൊന്ന് ചെവി പൊട്ടുന്ന രീതിയിൽ കർത്താവ് പറയുകയാണ്, ആകാശമേ കേൾക്കുക, ഭൂതലമേ ശ്രദ്ധിക്കുക, ഞാൻ എൻ്റെ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് കലഹിച്ചു. അത് എന്നെക്കുറിച്ചാണോ അങ്ങനെ കർത്താവിൻ്റെ വിലാപം? അല്ലെങ്കിൽ ചിറകൻ കീഴിൽ കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിച്ചിട്ട് നീ വിസമ്മതിച്ചു എന്ന് എൻ്റെ മുഖത്ത് നോക്കിയാണോ കർത്താവ് പറയുന്നത്? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് നമ്മളെക്കുറിച്ച് അങ്ങനെ കർത്താവിനൊരു വേദന ഉണ്ടാവാൻ ഇടവരരുത്.
നമ്മുടെ എല്ലാ കാര്യവും കർത്താവിന് മുമ്പിലേക്ക് നമ്മൾ സമർപ്പിക്കണം. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അവനാണ്. അവൻ്റെ കയ്യിലേക്ക് നമ്മളെ ഏൽപ്പിച്ചാൽ പിന്നെ സംരക്ഷണം അവൻ്റെയാണ്. അവൻ്റെ കയ്യിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ സേഫ് സോണുണ്ട്, വളരെ സേഫ് ആയിട്ടുള്ളൊരു സോൺ. എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചാൽ അവൻ നമ്മളെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മളെ നയിക്കുന്നതാണെങ്കിൽ, അവൻ്റെ വലിയ പ്രൊട്ടക്ഷൻ നമുക്കുണ്ടെങ്കിൽ വേറെ ഒന്നിൻ്റെയും ആവശ്യം നമുക്കില്ല. അപ്പം അതുകൊണ്ട് തമ്പുരാൻ്റെ കയ്യിലേക്ക് ഇതിനെയൊക്കെ ഭരമേൽപ്പിക്കാൻ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും ഭരമേൽപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. സകല കാര്യങ്ങളും നമുക്ക് ഏൽപ്പിക്കാൻ പറ്റും. അച്ഛൻ നേരത്തെ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുകയാണ്. ഏറ്റവും അങ്ങേയറ്റത്ത് അങ്ങ് അത്യാസന നിലയിൽ എൻ്റെ അപകടത്തിനകത്തേക്ക് ഇനി എനിക്കൊരു രക്ഷയില്ല, അത് മാറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യവും എൻ്റെ മുമ്പിൽ ഇനി ഇല്ല എന്ന് പറയുമ്പോൾ മാത്രം വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കേണ്ട ഒരു ഓഫീസറൊന്നും അല്ല കർത്താവ്. നമ്മുടെ മനസ്സിലുണ്ടാവണം. അതുകൊണ്ട് അച്ഛൻ നേരത്തെ ഒരു പാട്ട് പാടിയപ്പോൾ അച്ഛൻ കൃത്യമായിട്ട് പറഞ്ഞത്, നിൻ്റെ വിളി കേൾക്കാൻ വേണ്ടി കാതോർത്തിരിക്കുന്നതാണ് ദൈവം. അത് നിസ്സാര കാര്യമാണെങ്കിലും നീ പറയണം കർത്താവിൻ്റെ മുമ്പിൽ. കർത്താവിനോടുള്ള സ്നേഹത്തിൻ്റെ പ്രതിഫലനമായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നതാണ്. നീ എല്ലാ കാര്യവും കർത്താവിനോട് പറ, സകല കാര്യങ്ങളും കർത്താവിനോട് പറ. അത് കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് ധൈര്യപൂർവ്വം നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊടുക്കാൻ പറ്റും. ഈ കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ, പിന്നെ കർത്താവിനോട് എന്തിനാ പറയുന്നത്? അങ്ങനത്തെ ഒരു ചിന്ത വേണ്ട. എന്നെ കൂടാതെ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അക്ഷരം പ്രതി അങ്ങ് ചെയ്താൽ മതി. കർത്താവ് തന്നെ പറഞ്ഞേക്കുന്നത്, എന്നെ കൂടാതെ നിനക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല, കർത്താവിനെ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഏത് കാര്യം ചെയ്യുന്നതിന് മുമ്പും എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്ക് മുമ്പിലും എൻ്റെ ആശ്രയം കർത്താവാണ് എന്ന് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കട്ടെ. ഈ കർത്താവിൻ്റെ വേദന, 2 പ്രാവശ്യമായി കർത്താവ് പറയുന്ന വേദന നമ്മുടെ മനസ്സിലേക്ക് ഇന്ന് പതിപ്പിക്കാനായിട്ട് ഇടയാവട്ടെ. 2 വചനങ്ങൾ നമുക്കൊന്നൊന്ന് കാണാതെ പഠിക്കുവാൻ പറ്റുമെങ്കിൽ കാണാതെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 37-ാമത്തെ വാക്യം. പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിനുള്ളിൽ കാത്തുകൊള്ളുന്നത് പോലെ നിന്റെ സന്താനങ്ങളെ ഒരുമിച്ച് കൂട്ടുവാൻ ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു, പക്ഷേ നിങ്ങൾ വിസമ്മതിച്ചു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ആകാശങ്ങളെ ശ്രദ്ധിക്കുക, ഭൂതലമേ ശ്രവിക്കുക, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, എന്നാൽ അവർ എന്നോട് കലഹിച്ചു. കാള തൻ്റെ ഉടമസ്ഥനെ അറിയുന്നു, കഴുത തൻ്റെ യജമാൻ്റെ തൊഴുത്തും, എന്നാൽ ഇസ്രായേൽ ഗ്രഹിക്കുന്നില്ല, എൻ്റെ ജനം മനസ്സിലാക്കുന്നില്ല. കർത്താവിൻ്റെ വേദനയാണ്, അവന് മനസ്സാണ്, നീ സമ്മതിക്കാത്തതാണ് കുഴപ്പം. നമുക്ക് സമ്മതം കൊടുക്കാം, കർത്താവേ എൻ്റെ ജീവിതത്തിൽ നീ ഇടപെടണമേ എന്ന്. നമുക്കൊന്ന് കണ്ണുകളടയ്ക്കാം, കർത്താവിന് മുമ്പിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും സമർപ്പിക്കാം. എൻ്റെ നല്ല തമ്പുരാനെ, എൻ്റെ വിളി കേൾക്കുവാനായി, ഞാൻ പറയുന്നത് കേൾക്കുവാനായി കാതോർത്തിരിക്കുന്ന ഒരു ദൈവമാണ് നീ. എൻ്റെ എല്ലാ അപകടത്തിൻ്റെ അവസ്ഥകളിലും നിൻ്റെ പക്കലേക്ക് അണഞ്ഞാൽ നീ ചിറകിൻ കീഴിൽ സൂക്ഷിക്കുന്നത് പോലെ എന്നെ സൂക്ഷിക്കുമെന്ന് എനിക്കറിയാം. കർത്താവ്, നിൻ്റെ പക്കലേക്ക് ഓടി അണയുവാനുള്ള മനസ്സ് എനിക്ക് തരണമേ. എപ്പോഴും നിന്നെ ഓർക്കുവാനുള്ള ശക്തി എനിക്ക് തരണമേ. എനിക്കൊരു ജീവിത പ്രശ്നമുണ്ടാകുമ്പോൾ ആദ്യം എനിക്ക് ഓർക്കേണ്ടത് നിന്നെയാണ്. നിൻ്റെ മുമ്പിലേക്ക് ഓടി വന്ന് നിൻ്റെ ചിറകിൻ്റെ കീഴിൽ അഭയം തേടുവാൻ കർത്താവെ എന്നെ സഹായിക്കണമേ. നല്ല തമ്പുരാൻ്റെ തിരുമുമ്പാകെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഓർക്കുന്ന നമുക്ക് നേരിടേണ്ട പ്രശ്നങ്ങളെയൊക്കെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഇന്നേ ദിവസം കർത്താവ് അത് ഏറ്റെടുക്കട്ടെ. അവൻ നിനക്ക് പരിഹാരം ഉണ്ടാക്കി തരട്ടെ. ഈ ധ്യാനത്തിൽ കൂടുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ നിങ്ങളുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളിലും കർത്താവിൻ്റെ താങ്ങും തണലും നിങ്ങൾക്കുണ്ടാവട്ടെ. നമ്മുടെ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.